ശ്രീകൃഷ്ണന് കുചേലൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഗുരുവായൂരപ്പന് പൂന്താനം എന്നാണ് ഭക്തരുടെ വിശ്വാസം. പൂന്താനത്തിന്റെ ഒരു വരിയെങ്കിലും ചൊല്ലാതെയോ കേൾക്കാതെയോ കേരളത്തിൽ ഒരു ഭക്തന്റെ ദിനം കടന്നുപോകില്ല എന്നുറപ്പ്. ഭക്തി കൊണ്ട് കവിത്വം നേടിയ കവിയായാണ് നാം പൂന്താനത്തെ വിലയിരുത്തുന്നത്. മലപ്പുറത്തെ പൂന്താനമില്ലത്ത് 1547 പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്ന് കണക്കാക്കുന്നു. അദ്ദേഹം ഇല്ലപ്പെരിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ പേര് വ്യക്തമല്ല. ദീർഘനാൾ നീണ്ടുനിന്ന അനപത്യ ദുഃഖത്തിനൊടുവിൽ ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി. എന്നാൽ അന്നപ്രാശ ദിനത്തിൽ ആ കുഞ്ഞ് മരിച്ചതോടെ പൂന്താനം തന്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ, മക്കളായി മറ്റുണ്ണികൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ഭക്തിക്കൊപ്പം പിതൃഭാവവും തെളിഞ്ഞു ആ കവിതയിൽ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണം രചിച്ച അതേ കാലഘട്ടത്തിലാണ് പൂന്താനം ജ്ഞാനപ്പാനയും രചിച്ചതെന്ന് കരുതപ്പെടുന്നു. തന്റെ ജ്ഞാനപ്പാന വായിച്ച് വേണ്ട തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ മേൽപ്പത്തൂരിനെ ദർശിച്ച പൂന്താനത്തെ സംസ്കൃതം പഠിച്ചിട്ട് എഴുതാൻ പറഞ്ഞ് മേൽപ്പത്തൂർ അപമാനിച്ചു. തുടർന്ന് രോഗബാധിതനായ മേൽപ്പത്തൂരിന് മുൻപിൽ ഒരു ബാലന്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനായി മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് അരുൾ ചെയ്തതായി ഭക്തർ വിശ്വസിക്കുന്നു. ഗുരുവായൂരിലേക്കുള്ള യാത്രാമധ്യേ കള്ളന്മാർ ആക്രമിച്ച ഭക്തകവിയെ മങ്ങാട്ടച്ചന്റെ രൂപത്തിൽ വന്ന് ഗുരുവായൂരപ്പൻ രക്ഷപ്പെടുത്തിയെന്ന ഐതിഹ്യത്തിനും വിശ്വാസക്കാരേറെ. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന പൂന്താനത്തിന്റെ ജീവിതത്തെ ഭക്തിമാർഗത്തിലൂടെയും ശാസ്ത്രീയതയിലൂടെയും സമീപിച്ച ചരിത്രകാരന്മാർ നിരവധിയാണ്. പക്ഷേ ജ്ഞാനപ്പാന മലയാളത്തിന്റെ ഭഗവത്ഗീതയാണെന്നതിൽ ആർക്കും സംശയമില്ല. അദ്ദേഹത്തിന്റേതെന്ന് സാഹിത്യലോകം അംഗീകരിച്ച 22 കൃതികളും അദ്ദേഹത്തിന് പച്ച മലയാള കവി എന്ന സ്ഥാനപ്പേര് ചാർത്തിക്കൊടുത്തു. ജ്ഞാനപ്പാനയ്ക്ക് പുറമെ ശ്രീകൃഷ്ണ കർണാമൃതം, സന്താനഗോപാലം, കുമാരഹരണം തുടങ്ങിയ കൃതികളും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഫെബ്രുവരി 15 വീണ്ടും ഒരു പൂന്താന ദിനം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അനശ്വരങ്ങളായ വരികൾക്കൊപ്പം ആ മഹാനുഭാവനെയും നമുക്ക് സ്മരിക്കാം. പൂന്താനത്തിന്റെ ചിന്തകൾ 16-ാം നൂറ്റാണ്ടിൽ എന്നതുപോലെ ഇന്നും പ്രശസ്തമാണല്ലോ എന്നോർത്ത് ആശ്ചര്യപ്പെടാം.